ഞാനൊക്കെ ബുദ്ധിമുട്ടുണ്ടോ? ഒരു സപ്പോർട്ട് ഇല്ലാണ്ട് തീരെ പറ്റില്ല. പുറം വേദന ഭയങ്കര പ്രശ്ന. ഒട്ടും വയ്യ ഇപ്പോ. ഇവനാണെങ്കിൽ അവിടെ ഒരു സമാധാനവും തരുന്നില്ല. നമുക്ക് സുമിത്രയെ പോയി ഒന്ന് കാണാം, സുമിയോടൊന്ന് സംസാരിക്കാം എന്നൊക്കെ പറഞ്ഞോലെ സുമി എന്തിയേ? അവളെവിടെങ്ങാനും കാണും. മോളെ സുമി, സുമി ഇന്നാ മോളെ കലണ്ടറാ കരയോഗത്തിന്ന്. ഇന്നാ പിടിക്ക്. ആ ചൂല് താഴെ ഇടറി. അല്ല, ഇങ്ങനെയൊക്കെ നടന്നാ മതിയോ? ഒരു ജോലിക്കൊക്കെ പോകണ്ടേ? വയസ്സ് 10-31 ഒരു കല്യാണമൊക്കെ കഴിക്കണ്ടേ? നീ പോടാ. എന്താ അവക്ക് ഇത്ര ദേഷ്യം? ഒന്നും പറയണ്ട, അവളുടെ ഒരു ദേഷ്യം. കല്യാണം കഴിയുമ്പോ എല്ലാം ശരിയാവും. അവക്ക് ഇച്ചിരി അഹങ്കാരം കൂടുതലാ. സുമേഷ് മാസം മാസം കാശ് അയക്കുന്നുണ്ടാ ഇങ്ങനെയെങ്കിലും പോകുന്നത്. അവൻ അവിടുന്ന് ഒരു TV അയച്ചെന്നു. എന്നാൽ അതിനൊരു കേബിൾ കണക്ഷൻ കൊടുക്കാൻ പറഞ്ഞ അതിനും അവൾ സമ്മതിക്കുന്നില്ല. അവൾ ഇവിടെ ഇങ്ങനെ മുതുക്കിയായി പുറന്നറിഞ്ഞിരിക്കാനാ പരിപാടി. ഈ വീടിനെ പറ്റി അവൾക്ക് ഒരു വിചാരവും ഇല്ല. മാസത്ത് ജോലിക്കൊന്നും പോകാണ്ട് മടി പിടിച്ച അമ്മേനെ പ്രായം കൊണ്ട് അങ്ങ് ഇരുന്നോളൂ. അയ്യോ, അതൊക്കെ വീട് ചേച്ചി. സുമിത്രേ, എൻ്റെ അനിയനായതുകൊണ്ട് പറയല്ലേ കേട്ടോ. നല്ല ക്ഷമയുള്ള കൂട്ടത്തില. അതുകൊണ്ടല്ലേ സർക്കാർ ജോലി ഉണ്ടായിരുന്നിട്ട് ഇതുവരെ വന്ന കല്യാണാലോചനകളൊക്കെ വേണ്ടാന്ന് വെച്ചത്. വയസ്സ് 45 കഴിഞ്ഞു, ഇപ്പോഴാ കല്യാണം കഴിക്കാൻ പോതി. അപ്പൊ ഞാൻ പറഞ്ഞു വന്നതേ, നമ്മുടെ സുമിക്ക് 33 വയസ്സ് കഴിഞ്ഞല്ലോ. അവളെ ഇങ്ങനെ നിർത്താനാണോ പരിപാടി? അപ്പൊ സൗകര്യം പോലെ നീ അവളെ പറഞ്ഞ് മനസ്സിലാക്ക്. അല്ല പിന്നെ ഡാ, ഇങ്ങോട്ട് വാടാ. ഈ പിശാചിനെ തന്നെ കെട്ടണം ഈ മുതുക്കരി. ഇങ്ങോട്ട് നടക്കടാ. പോട്ടെ മോളെ. നീ ആരാന്നാടി നിന്റെ വിചാരം? മൂക്കലെ പല്ല് മുളയ്ക്കാറായി. അവനെങ്കിലും നിന്നെ കെട്ടാന്ന് സമ്മതിച്ചില്ല, അതന്നെ നിന്റെ ഭാഗ്യം. അയ്യേ, ആ കൊഷ്ണാപ്പനെയോ? അമ്മ തന്നെ കെട്ടിക്കോ. ഇത്രയും കാലം എന്നെ കെടുത്തത് പോരെ മോളെ. ഇനി നീ അമ്മേനെ കെട്ടിക്കാൻ നടക്കുന്നു അസത്ത്. അതേ, അമ്മ തന്നെ കെട്ടിക്കോ കൃഷ്ണാപ്പനെ. ചേച്ചി, തീരെ വയ്യ മോനെ. ഞാൻ ഈ സ്വീറ്റ്സ് തരാൻ വേണ്ടി വന്നതാ. മണ്ടം വിശ്വസിച്ചു. എന്നെ വീണ്ടും നാണം കെടുത്തിയപ്പോ സമാധാനമായല്ലോ നിനക്ക്? എങ്ങനെ നടന്നിരുന്ന ഞാനാ? നല്ലൊരു ജോലി ഉണ്ടായിരുന്നു, അതും പോയി. നീ ഇങ്ങനെ നടന്നോടി, ആർക്കും വേണ്ടാത്ത അസത്തെ. എടാ, നീ വീട്ടിൽ പോയിട്ട് എന്ത് പറയാന് പ്ലാൻ? ഇയർ ബാക്ക് അടിച്ച് കിട്ടിയില്ലേ? ഇനിയിപ്പോ സപ്ലൈ കഴിഞ്ഞ് എഴുതി കഴിയുമ്പോൾ സമയാവും. എന്ത് സപ്ലി? പിന്നെ ജൂനിയേഴ്സിനോട് ഇനി ഇരിക്കാൻ ഞാൻ ഒരു തവണ ഇരുന്ന് എനിക്കറിയാം. വീട്ടിലേ ഇപ്പൊ ചേട്ടനില്ലാത്തോണ്ടേ നൈസായിട്ട് അച്ഛനെ ഇമ്പ്രസ് ചെയ്ത് ലോണിന്റെ കാര്യം സെറ്റാക്കി ബിസിനസിന്റെ പരിപാടി നോക്കും. പിന്നെ ഞാൻ കോഴ്സ് ഡ്രോപ്പ് ചെയ്യും. നിന്റെ അല്ലേ അച്ഛൻ, നമുക്ക് നോക്കാം. എന്താണെ കോഴിക്ക് മാർക്ക് കുറവാണോ? ഇനിയിപ്പോ ശരത്തിനാണ്ട് പഠിക്കായിരിക്കൂല്ലേ? ഈ കോഴിക്ക് പെടുത്ത് പഠിക്കണമെങ്കിലേ നിന്റെ ഒരു ഫ്ലെക്സ് വേണമെങ്കിൽ അടിയിൽ വയ്ക്കാം. അവന്റെ ഒരു കോണാത്തില തമാശ. അമ്മേ, എന്താ വാവേ? നിക്കി, അച്ഛനെ വരട്ടെ, ഒരു കാര്യമുണ്ട്. അച്ഛ, ഒന്നിരിക്കൂ, ഒന്ന് സംസാരിക്കണം. വല്ല ഫോണിനോ ബൈക്കിനോ കാറിനോ ആണെങ്കിൽ മോനെ സുനിലെ വെറുതെ സമയം മെനക്കെടുത്തരുത്, അത് നടക്കത്തില്ല. ഇതാണ് അച്ഛന്റെ പ്രശ്നം. ഞാൻ എന്ത് പറഞ്ഞാലും എന്നെ പുച്ഛിച്ചോണ്ടിരിക്കും. നിങ്ങളൊന്ന് ചുമ്മാരി, വാവ പറയട്ടെ. അമ്മേ, ഈ വാവിളിയൊന്ന് നിർത്തൂ. എനിക്ക് 23 വയസ്സായി, ഞാനൊരു പുരുഷനാണ്. അതാണ് ഇപ്പൊ നിന്റെ പ്രശ്നം. കണ്ട പിന്നെയും പുച്ഛം. അച്ഛൻ എന്നോടൊന്ന് ഫ്രണ്ട്ലി ആയിക്കൂടെ? അതൊക്കെ അക്ഷയ അച്ഛനും അവരങ്ങാടെ അച്ഛനെ വിളിച്ചാണ് കളിക്കുന്നത്. എന്ത് ഫ്രണ്ട്ലി ആണെന്നറിയൂ? അച്ഛനും ചേട്ടനും ഭയങ്കര കൂട്ടാണല്ലോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാനും ഫ്രണ്ട്ലി ആവാം. ശരി, എന്നാ പറ കുട്ട. കുട്ടനാ? പറ. അച്ഛാ, അച്ഛൻ എനിക്കൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം. ശരിക്കും? എന്ത് ബിസിനസ് ആടാ? നമ്മുടെ സുഖേട്ടന്റെ പണ്ടത്തെ ഇന്റർനെറ്റ് കഫേ ഇല്ലേ, അതൊന്ന് പുതുക്കി പണിത് പുതിയ സിസ്റ്റം ഒക്കെ വെച്ച് ഒരു ഗെയിമിംഗ് വേൾഡ് പ്ലസ് ഇന്റർനെറ്റ് കഫേ. നല്ല സ്കീമാണ് അച്ഛാ. ഇപ്പോഴത്തെ പിള്ളേരാണെങ്കിൽ ഗെയിമിംഗ് ഒക്കെ നോക്കി നടക്കണം. അത് പ്ലസ് ഇന്റർനെറ്റ് കഫേ അല്ലേ, ഒരു കാപ്പി കൊടുക്കാം.
സത്യം പറയല, എനിക്ക് ഈ അച്ഛനെയും ചേട്ടനെയും പോലെ എംപ്ലോയ്മെന്റ് ലൈഫിൽ വലിയ താല്പര്യമില്ല. എനിക്ക് എൻ്റെതായ മേഖല ക്രിയേറ്റ് ചെയ്ത് ഒരു കിങ്ഡം ഉണ്ടാക്കണം. അല്ല ഇതിനൊക്കെ നല്ല കാശാവൂലേടാ? ആ ഒരു 5 ലക്ഷം രൂപയൊക്കെ വരുള്ളൂ. അച്ഛന് ഒരു ലോൺ എടുത്താൽ മതി. അയ്യോ അത് മതിയോടാ കുട്ടാ. പിന്നെ വേറൊരു കാര്യമുണ്ട്. ഞാൻ ഇടാൻ പോകുന്ന സ്ഥാപനത്തിന്റെ പേരെന്താണെന്നറിയോ? സുനിൽ താമരാക്ഷൻ ഗെയിമിംഗ് വേൾഡ്. പോടാ കുട്ടാ. കാര്യമെന്ന് വെച്ചാ പിന്നെണ്ടല്ല, 1 വർഷം കൊണ്ട് നമ്മൾ ഈ സ്ഥാപനം അങ്ങ് ഹിറ്റാക്കും. ലോൺ അങ്ങ് അടച്ചു തീർക്കും. എന്നിട്ട് ഞാൻ അടുത്ത ബ്രാൻഡ് തുടങ്ങും, സുനിൽ താമരാക്ഷൻ ഗെയിമിംഗ് വേൾഡ് 2. പോടാ കുട്ടാ. അച്ഛൻ സീരിയസ് ആണേ. അച്ഛൻ്റെ ഒരു ടൈം. പോടാ. അവന്റെ ഒരു ഗെയിമിംഗ് വേൾഡ്. സ്വന്തമായിട്ടൊരു ജോലി വാങ്ങിക്കാൻ നോക്ക്, എന്നിട്ട് സ്വന്തം പൈസ കൊണ്ട് ഒരു ബിസിനസ് ചെയ്യാൻ നോക്ക്. അവന്റെ ഒരു കിങ്ഡം. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എന്റെ കയ്യിൽ നിന്ന് 10 പൈസ കിട്ടുമെന്ന് വിചാരിക്കരുത്. നിന്റെ ചേട്ടനെ കണ്ട് പഠിക്കടാ. അവനിപ്പോ നല്ലൊരു ജോലിയുണ്ട്, സ്വന്തമായിട്ട് അന്തസ്സായിട്ട് ജീവിക്കുന്നുണ്ട്. ഇവിടെ അടുത്ത് അച്ഛന്റെ പൈസക്ക് നാട്ടുകാരെ പിള്ളേരെ കളിപ്പിക്കാൻ നടക്കും ഒരു ബിസിനസ്സുകാരൻ. ഇവ എങ്ങനെയാണ് ഈ വീട്ടിൽ വന്ന് പറഞ്ഞത്? എന്തോന്ന് താമരാക്ഷൻ ഗെയിമിംഗ് വേൾഡ്. നന്നായി കളഞ്ഞു. ആ മോനെ ഇപ്പൊ കഴിക്കുന്നതേ ഉള്ളൂ. ഭക്ഷണം കഴിക്കാൻ തോന്നണ്ടേ മനുഷ്യന്? അമ്മ ഇത്ര ലേറ്റ് ആയിട്ടാണോ ഭക്ഷണം കഴിക്കണേ? അമ്മ മരുന്ന് കറക്റ്റ് സമയത്തിന് കഴിച്ചില്ല അസുഖം മാറില്ല കേട്ടോ. അവക്ക് അവിടെ എന്താ പണി? അമ്മയുടെ കാര്യം അവള് നോക്കുന്നില്ലേ? അവളവിടെ ഉണ്ടായിട്ട് എന്താ കാര്യം? ഒന്ന് പറഞ്ഞ് രണ്ടാമത്തിന് കലിത്തുള്ളി ആടും. പേരിന് എന്തെങ്കിലും ഉണ്ടാക്കി തരും, വേണമെങ്കിൽ കഴിച്ചാൽ മതി എന്നുള്ള മട്ടിൽ. ഇതൊക്കെ ആരോട് പറയാൻ മോനെ? അവക്ക് അവിടെ അതിന് മാത്രം എന്തോ പണിയിരിക്കുന്നേ? കേട്ടോ, അവളുടെ ഒരു ദേഷ്യം. ഇവിടെ ഒരു കേബിൾ കണക്ഷൻ വെക്കാൻ പറഞ്ഞിട്ട് അതിന് പോലും അവൾ കടിച്ചു തിന്നാൻ വരുവാ. ഞാൻ അയക്കുന്ന പൈസയൊക്കെ പിന്നെ അവൾ എന്താ ചെയ്യുന്നേ? അമ്മ ഒന്ന് ഫോൺ കൊടുത്തേ, ഞാൻ അവളോടൊന്ന് ചോദിക്കട്ടെ. മോൻ അത് ചോദിക്കേ. സുമേഷ് മോൻ വിളിക്കുന്നു. സ്പീക്കറിലിട. സുമേഷ് മോൻ വിളിക്കുന്നു. വയസ്സ് 33 ആയിരുന്നു, ഒരു വിചാരവും ഇല്ല. വരുന്ന ആലോചനകൾ മൊത്തം മുടക്കി മുതുക്കി. എന്താ സുമി, നീ അമ്മയുടെ കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് നോക്കുന്നുണ്ടോ? അമ്മ ഈ കറക്റ്റ് ടൈമിന് മരുന്ന് കൊടുക്കുന്നുണ്ടോ? എന്താടി അമ്മയ്ക്ക് ഒരു കേബിൾ കണക്ഷൻ എടുത്തു കൊടുത്താൽ എന്താ അതിന്റെ പ്രശ്നം? ദേ സുമേഷേ, ഒന്നാമത് എനിക്കിവിടെ ഭ്രാന്ത് പിടിച്ചിട്ട് വയ്യ. നീ അയക്കുന്ന പൈസക്ക് ഇവിടെ മരുന്ന് പോലും വാങ്ങിക്കാൻ പറ്റുന്നില്ല. അപ്പോഴാണ് നിന്റെ കേബിൾ കണക്ഷൻ. അപ്പൊ ഇതിനും മാത്രം ഞാൻ അയക്കുന്ന പൈസയൊക്കെ അങ്ങ് ചെലവായി പോവാണോ? അതെ, ഇവിടെ 2 അറ്റം കൂട്ടിമുട്ടിക്കാനുള്ള പാടെ എനിക്കറിയൂ. അതിനിടയ്ക്കാണ് അവളുടെ ഒരു കണക്ക്. ഞാനാണോ ഇപ്പൊ കണക്ക് പറഞ്ഞത്? പിന്നെ ഞാനാണോ ഇപ്പൊ കണക്ക് പറഞ്ഞത്? അതെ, നീ നിന്റെ ഇഷ്ടത്തിന് പൈസ ചെലവാക്കിയ പിന്നെ അമ്മയുടെ കാര്യങ്ങളൊക്കെ എങ്ങനെ നോക്കാനാ? ഞാൻ എന്ത് ചെലവാക്കിയെന്ന് നീ പറയുന്നേ? ഈ വീടിന്റെ പുറത്തു പോലും ഞാൻ പോകാറില്ല, നിനക്കറിയോ? ഫോണിങ്. അതെ സുമി, നീ ഒച്ച എടുത്തിട്ടൊന്നും യാതൊരു കാര്യമില്ല. ഞാനും ഇവിടെ ഒരു കുടുംബം നോക്കുന്നുണ്ട്, എനിക്കില്ലല്ലോ ഇത്രയും ചെലവ്. നീ തോന്നിയ പോലെ കാശ് ചെലവാക്കിയിട്ട് ഇവിടെ ചേട്ടനെ കുറ്റം പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. അതെങ്ങനെയാ? സ്വന്തം കയ്യിൽ നിന്ന് കാശ് ചെലവാക്കുമ്പോഴല്ലേ അതിന്റെ വില അറിയുള്ളൂ. വല്ലോരുടെയും ചെലവിൽ ജീവിക്കുമ്പോ എന്തു ആവാലോ. പറടാ. ഞാൻ ഒരു കാര്യം തീരുമാനിച്ചടാ. എന്താ? സപ്ലൈ ചെയ്തെടുക്കാനാണോ? ഞാൻ ഫേസ്ബുക്കിൽ ഏതെങ്കിലും പെണ്ണിനെ വളച്ച് സെറ്റ് ചെയ്യാൻ പോവാണ്, ലൈഫ് സെറ്റാക്കാൻ. നമ്മുടെ സുഖേട്ടനെ പോലെ. നിനക്ക് വട്ടാണോ മോനെ? നീ നാളെ നിന്റെ ക്യാമറ ഇങ്ങോട്ട് കൊണ്ടുപോവാ. എന്റെ പ്രൊഫൈൽ പിക്ചറൊക്കെ മാറ്റി എല്ലാത്തിനും ഞാൻ വളയ്ക്കാൻ പോണേ. ശരിടാ. ഓക്കെ. എങ്ങോട്ടാടി? ഭക്ഷണം എടുത്ത് വെച്ചിട്ടുണ്ട്. എങ്ങോട്ടാ ഇതൊക്കെ പൊക്കി പിടിച്ചോണ്ട്? ദൂർത്തടിക്കാനാ. ഈ പ്രായത്തിലാണോ ജോലി അന്വേഷിച്ചു വരുന്നത്?
5 വർഷം കഴിയുമ്പോഴേ റിട്ടയർ ചെയ്യേണ്ടി വരില്ലേ? ഈ ഏജ് ഗ്രൂപ്പിലുള്ളവർക്ക് ഇവിടെ വേക്കൻസി ഇല്ല. പിന്നെ ഈ ഏജ് ഗ്രൂപ്പിലുള്ളവർക്കാണ് വേക്കൻസി ഉള്ളത്. കുഴിലോട്ടും കാലം നീട്ടി വെച്ചിരിക്കുന്നത് നിങ്ങളാണ് ഈ പറയുന്നത്. നാൻസി, ആ പറ സുമി. എടി നിന്റെ കോളേജിൽ ഇപ്പൊ എന്തെങ്കിലും വേക്കൻസി ഉണ്ടോ? ആ നീ ജോലിക്ക് ശ്രമിച്ചു തുടങ്ങിയോ? ആ, അല്ലെങ്കിൽ നിനക്ക് പരിചയമുള്ള ഏതെങ്കിലും സ്കൂളായാലും മതി. ആ എടി, പക്ഷേ ഇപ്പൊ സ്കൂളും കോളേജൊക്കെ ഡൊണേഷൻ ഇല്ലാതെ വലിയ മെനക്കേടാ. എന്നാലും ഞാൻ എന്റെ സൈഡിൽ നിന്ന് ശ്രമിച്ചു നോക്കട്ടെ. ഉറപ്പൊന്നുമില്ലടി. ഓക്കെ. ഹായ്. ഹലോ. Nice profile pic. Looking cute. താങ്ക് യു. May I come in, sir? കുട്ടി മാരിയിട്ടാണോ? അല്ല സർ. ശരിക്കും? അതെ സർ. വീട്ടിലാരൊക്കെ ഉണ്ട്? അമ്മ മാത്രം. ഓ, ആ, അത് കൊള്ളാം, അത് കൊള്ളാം. ബ്രദറുണ്ട്, അയ്യോ, ഗൾഫിലാ. ആ. കണ്ട ഇത്ര പ്രായം പറയല്ലേ കേട്ടോ. ഓ, വെരി വെരി യങ്, എന്നെ പോലെ. അയ്യോ, ശരിക്കും ഒട്ടും പ്രായം പറയത്തില്ല. സർ, എന്റെ പ്രൊഫൈൽ. ആ, അതോക്കെ, അതോക്കെ, ഓക്കെ. സർ, ഇവിടെ ക്ലർക്കിന്റെ വേക്കൻസി ഉണ്ടെന്ന് കേട്ടു. പിന്നെ ഉണ്ട്. ബി ക്വാണ്ടിറ്റീസ് അല്ലേ? അതെ സർ. ഞാനിവിടെ ഇല്ലേ, ഞാൻ ശരിയാക്കാം. പിന്നെ കുട്ടിയെ പോലെ ഞാനും മാരിഡല്ല കേട്ടോ. എക്സ്ക്യൂസ് മീ സർ. സർ ഫയൽ. നിന്നെ ഇപ്പൊ ആരെയും കൊണ്ട് ക്ഷണിച്ചേ? ഞങ്ങളിവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കാൻ നിനക്കറിയില്ലേ? അവന്റെ ഫയലും കൊണ്ട് ആത്മാർത്ഥ ഇറങ്ങി പോടാ. അയാളുടെ ഒരു ഒലിപ്പിക്കല്. പേടിച്ചു പോയോ? ചുമ്മാ, ഞാൻ ആക്ച്വലി ഒരു ശാന്ത പ്രവൃത്തിക്കാരനാണ്. ഐ എം എ കൂൾ ഗൈ. പിന്നെ വർക്കിനിടയ്ക്ക് ചുമ്മാ ഇങ്ങനെ ഒരു പൊട്ടിത്തെറികളൊക്കെ ഉണ്ടാവും. ദാറ്റ്സ് ആർ ബിസി. ആ സർ, എന്റെ ജോലിയുടെ കാര്യം. ജോലി? ഏത് ജോലി? ക്ലർക്കിന്റെ. ഓ, ഓക്കെ. ക്ലർക്ക് നാളെ ജോയിൻ ചെയ്യാം. സുമിത്രേ. ആ, ഊരി തെണ്ടി കഴിഞ്ഞോടി മുതുക്കി. Hey old lady, don't call me Muduki. Call me Miss Sumi. I'm now employed as a clerk in Kottayam Rural Bank, PVT Limited. പ്രായത്തിന്റെ മോളെ പേടിക്കണ്ട, ഡോക്ടറെ കാണിച്ചാൽ മതി. മുതുക്കി സുമിത്രേ, യുവതിയായ സുമിയെ ബാങ്കിൽ ക്ലർക്കിന്റെ ജോലിക്കായി നിയമിച്ചിരിക്കുന്നു. അപ്പൊ മൂത്ത മോനെയും മരുമോളെയും വിളിച്ച് പറഞ്ഞോളൂ. ഇനി സുമിയുടെ കാര്യം സുമി സ്വന്തമായി നോക്കിക്കൊള്ളാമെന്ന്.